57,000 കോടി രൂപയുടെ പുതിയ പദ്ധതി. ഇന്ത്യക്ക് നൂതന AI സാങ്കേതിക വിദ്യയുള്ള പുതിയ ടാങ്ക് എത്തുന്നു. അമേരിക്കൻ അംബ്രാസ്, ജർമ്മൻ ലെപ്പാർഡ് 2 അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചലഞ്ചർ എന്നിങ്ങനെ 4 ക്രൂ അംഗങ്ങളുള്ള ലോകത്ത് നിലവിലുള്ള ടാങ്കുകൾക്കൊന്നുമില്ലാത്ത നൂതന സാങ്കേതിക വിദ്യയോടെയാണ് ഇന്ത്യ പുതിയ ടാങ്ക് അവതരിപ്പിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന 1800 റഷ്യൻ T-72 ടാങ്കുകൾക്ക് പകരമാണ് ഈ നൂതന AI ടാങ്ക് എത്തുന്നത്. 12 ലക്ഷം സൈനികരുള്ള നമ്മുടെ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ടാങ്കുകൾ നവീകരിക്കാനും പുതിയവ അവതരിപ്പിക്കാനുമുള്ള ഒരുക്കത്തിലാണ്. ഭാവിയിലെ യുദ്ധങ്ങൾക്കായി ഒരു നൂതന AI സാങ്കേതിക വിദ്യയുള്ള ടാങ്ക് വേണം എന്നത് ഒരു അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ഭാവി ടാങ്ക് പ്രൊജക്ടുകളിൽ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വ്യോമാക്രമണങ്ങൾക്കെതിരെയും ഡ്രോൺ യുദ്ധങ്ങൾക്കെതിരെയുമുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 57,000 കോടി രൂപയുടേതാണ് ഈ മെഗാ പ്രൊജക്ട്. പഴയ റഷ്യൻ വംശജരായ T-72 ടാങ്കുകൾക്ക് പകരമായി 1770 ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ FRCVകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം AI, അതുപോലെ തന്നെ ഡ്രോണിനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. സജീവ സംരക്ഷണ സംവിധാനവും ഇതിലുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കി ഉയർന്ന രീതിയിൽ ആ സാഹചര്യത്തെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണവും ഇത് തരുന്നു. ആളില്ലാത്ത ടീമിംഗ് കഴിവ് എന്നിവ ഉൾപ്പെടുന്ന മികച്ച സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് തെർമൽ സൈറ്റ് സംവിധാനം ഉണ്ടായിരിക്കും. പൂർണ്ണ ഇരുട്ടിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. തീ കണ്ടെത്തുന്നതിനും തീ അണയ്ക്കുന്നതിനും പറ്റിയ സംവിധാനങ്ങളും ഇതിലുണ്ടാവും. ഇതിന് ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കറുകൾ, ഡിജിറ്റൽ ബാലിസ്റ്റിക് കമ്പ്യൂട്ടറുകൾ, കമാൻഡർ തെർമൽ ഇമേജറുകൾ എന്നിവയും ഉണ്ടാവും. റഷ്യയുടെ പഴയ ടാങ്കുകളെല്ലാം പുതിയതാക്കാൻ വേണ്ടി നവീകരിക്കാൻ വേണ്ടി റഷ്യയും പദ്ധതിയിടുന്നുണ്ട്. ഇതിനുവേണ്ടി നൂതന സാങ്കേതിക വിദ്യയാണ് റഷ്യയും ഉപയോഗിക്കുന്നത്. ഇതിൽ കമ്പ്യൂട്ടർ സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട്. വിഷൻ ക്യാമറ, അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം എല്ലാം ഇതിൽ സജ്ജീകരിച്ച് പഴയ ടാങ്കുകളെ ഒരു മാരക ടാങ്ക് ആക്കി മാറ്റാനാണ് റഷ്യൻ സർക്കാർ പദ്ധതിയിടുന്നത്. വലിയ തോതിലുള്ള കരയുദ്ധങ്ങൾക്ക് പെട്ടെന്ന് ആക്രമണം നടത്താൻ വേണ്ടി ഫയർ പവറും കവചിത സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്ന ഈ ടാങ്കുകൾ അത്യന്താപേക്ഷിതമാണ്. വലിയ തോതിലുള്ള ഗ്രൗണ്ട് യുദ്ധങ്ങളിൽ ആക്രമണത്തിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഫയർ പവറും കവചിത സംരക്ഷണവും നൽകുന്നതിന് ടാങ്കുകൾക്ക് കഴിയുന്ന അത്രയും മറ്റൊരു ആയുധങ്ങൾക്ക് കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1969 സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ടാങ്കാണ് T-72. ഏകദേശം 40 രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി കയറ്റുമതിയും ചെയ്തിട്ടുണ്ട്. T-72 വളരെ ഭാരം കുറഞ്ഞതും 45 ടൺ ഉള്ളതും വളരെ ചെറുതുമാണ്. 5 മീറ്റർ ആഴത്തിലുള്ള നദികൾ മുറിച്ചു കടക്കാൻ ഇതിന് സാധിക്കും. റഷ്യയുടെ ഈ T-72 പകരമാണ് ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിളുകൾ FRCVs ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തുന്നത്. ഈ FRCV കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ 35 മുതൽ 45 വർഷം വരെ സേവനത്തിൽ തുടരും. ഇതിന്റെ യുദ്ധഭാരം 55 ടണ്ണാണ്. ജനറിക് സാങ്കേതിക വിദ്യകൾ കൂടാതെ ഡിജിറ്റൈസ്ഡ് ഡേറ്റ, സോഫ്റ്റ്വെയർ, റേഡിയോകൾ, നെറ്റ്വർക്ക്, സംയോജിത യുദ്ധഭൂമി മാനേജ്മെന്റ് സിസ്റ്റം, 360 ഡിഗ്രി വരെ കാണാൻ കഴിയുന്ന സംവിധാനം എന്നിങ്ങനെ ധാരാളം സവിശേഷതകൾ ഉണ്ട്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ നടക്കുന്ന 57,000 കോടി രൂപയുടെ ഒരു വമ്പൻ പ്രൊജക്ട് ആണിത്.